എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലാലേട്ടൻ്റെ അടുത്താഴ്ച തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ മലൈക്കോട്ടെ വാലിബൻ. ചിത്രത്തിന്റെ ഇന്ന് വൈകിട്ട് 5:30 വരെയുള്ള പ്രീ സെയിൽ കളക്ഷനാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ലിജു ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ്റെ പ്രധാന കഥാപാത്രമാക്കി അടുത്ത വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ മലൈക്കോട്ടെ വാലിബൻ. എല്ലാ സിനിമ പ്രേമികളും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെ ഇന്നലെയോടെ തുടങ്ങിയിരുന്നു. നിലവിൽ വലിയ രീതിയിൽ പ്രമോഷനൊന്നും ഇല്ലാത്ത തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന മലൈക്കോട്ടെ വാലിബന്റെ ഇന്ന് പുലർച്ചെ 12 മണി വരെയുള്ള അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ പ്രീ സെയിൽ കളക്ഷൻ വന്നിരുന്നത്. നിലവിൽ ഇന്ന് വൈകിട്ട് 5:30 വരെയുള്ള അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ചിത്രം കേരളത്തിൽ പ്രീ സെയിൽ കളക്ഷൻ 1 കോടി രൂപ കടന്നിരിക്കുകയാണ്. നിലവിൽ കിട്ടിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം 1 കോടി 10 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഫൈനൽ പ്രീ സെയിൽ കളക്ഷൻ വരുന്നത്. കേരളത്തിൽ മാത്രം 1 കോടി 10 ലക്ഷം രൂപ പ്രീ സെയിൽ കളക്ഷൻ നേടിയ മലൈക്കോട്ടെ വാലിബൻ ചിത്രത്തിന്റെ ഓവർസീസ് പ്രീ സെയിൽ കളക്ഷനും 80 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മലൈക്കോട്ടെ വാലിബന്റെ വേൾഡ് വൈഡ് പ്രീ സെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് 2 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 7:30 മലൈക്കോട്ടെ വാലിബന്റെ ട്രെയിലർ റിലീസിനെത്തിയിരുന്നു. നിലവിൽ ഇപ്പോഴും ചിത്രത്തിന്റെ ട്രെയിലർ യൂട്യൂബിൽ ട്രെൻഡിങ് തന്നെയാണ്. വലിയ രീതിയിൽ ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന മലൈക്കോട്ടെ വാലിബന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കും മൂവി റിവ്യൂകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.